മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കിനി മണിക്കൂറുകളുടെ ദൂരമില്ല, മിനിറ്റുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. 7:15 രാഷ്ട്രപതി ഭവനിൽ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖരായ നേതാക്കൾ രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൗതുകം, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ BJP ലോക്സഭാംഗം സുരേഷ് ഗോപി മന്ത്രിയാകുന്നു എന്നതിന് ഒപ്പം തന്നെ ജോർജ് കുര്യൻ, ഇപ്പോൾ നിലവിൽ MP അല്ലാത്ത ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്ന അപ്രതീക്ഷിത തീരുമാനം കൂടി കേട്ട ദിവസമാണ്. ജോർജ് കുര്യൻ കൂടി കേരളത്തിന്റെ പ്രതിനിധിയായി ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ സത്യവാചകം ചൊല്ലാൻ പോവുകയാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിന്റെ രണ്ട് പ്രതിനിധികൾ, ഒരുപക്ഷെ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാൻ കഴിയുന്ന പ്രതിനിധിയായി ജോർജ് കുര്യൻ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലെ ചടങ്ങാണ് കാണുന്നത്. 8,000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ട സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സാധാരണക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു. ഒപ്പം രാഷ്ട്രത്തലവന്മാരും ഈ ചടങ്ങിന്റെ ഭാഗമാവുകയാണ്. പ്രമുഖരായ BJP നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ ഓരോരുത്തരായി രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അജിത് പവാർ അടക്കം വസുന്ധര രാജ സിന്ധ്യ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി. ഇത്തവണ രാജസ്ഥാനിലെ മോശം പ്രകടനം BJPയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അജിത് പവാർ വരുന്നുണ്ട്. ഒരു സീറ്റിലേക്ക് പ്രകടനം ഒതുങ്ങിപ്പോയി. രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ സംവിധായകർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ പലരെയും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം NDA യോഗത്തിൽ പ്രധാനമന്ത്രി NDAക്ക് ഒരു പുതിയ ഫുൾ ഫോം നൽകി. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ എന്നുള്ളതാണ് NDAക്ക് പുതിയ ഫുൾ ഫോം. NDAക്ക് നാട്ടുകാർ ഇപ്പോൾ വേറൊരു ഫുൾ ഫോം പറയുന്നുണ്ട്, നായിഡു നിതീഷ് ഡിപെൻഡന്റ് അലയൻസ്. പറഞ്ഞത് ആശ്രയിച്ച് നിൽക്കുന്ന മുന്നണി. അതെ, നായിഡു നിതീഷ് ഡിപെൻഡന്റ് അലയൻസ് എന്നുള്ളതാണ് പ്രതിപക്ഷം NDAയെ വിളിക്കുന്നത്, കളിയാക്കി വിളിക്കുന്നത്. ഏതായാലും എത്രത്തോളം മുന്നോട്ട് പോകാനാകും ഈ കെട്ടുറപ്പോടുകൂടി സർക്കാർ എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തുന്നതിനിടയിലും ചരിത്രമാണ്. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും തുടർച്ചയായ ഒരു സർക്കാർ മൂന്നാമതും വരുന്നു എന്നത്. നേരത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതുവഴി വേദിയിലേക്ക് എത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്നുള്ള നിലയിൽ ഒരു ടേമും കൂടി ലഭിക്കുമോ? അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നതിനൊക്കെ മുമ്പ് ഉപശാല വർത്തമാനം ഉണ്ടായിരുന്നു. ഇത് അജിത് പവാർ. വലിയ തിരിച്ചടിയുടെ ക്ഷീണവുമായിട്ടാണ് പവാർ എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുന്നത്. ലോക്സഭയിലേക്ക് മഹാരാഷ്ട്രയിൽ ജയൻ ചൗധരിയുടെ ദൃശ്യങ്ങൾ കാണാം. 85 वर्ष से अधिक थी, उन्हें घर से ही मतदान करने की सुविधा भी प्रदान की गई। हरदीप सिंह पुरी और उनके साथ अनुप्रिया पटेल बैठी हैं. രണ്ട് നിയുക്ത കേന്ദ്രമന്ത്രിമാർ ഹർദീപ് സിംഗ് പുരിയും അതുപോലെ തന്നെ അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേലും. बॉलीवुड के दिग्गज अभिनेता अक्षय कुमार, സിനിമാ താരം അക്ഷയ് കുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഒന്നും കിട്ടിയില്ല. ഈ പ്രാവശ്യം ഇന്റർവ്യൂ കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ നൽകിയിരുന്നത്. ओडिशा से इस बार लोकसभा के लिए निर्वाचित होकर आए हैं. इससे पहले भी मोदी सरकार में നിയുക്ത മന്ത്രിമാർ, നേതാക്കൾ, സെലിബ്രിറ്റികൾ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി എത്തുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിയാവുന്ന സാഹചര്യത്തിൽ ആരായിരിക്കും ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി BJP നോമിനേറ്റ് ചെയ്യുക? निर्वाचन आयोग ने जारी किया था. इस बीच हरियाणा के पूर्व മനോഹർ ലാൽ ഖട്ടാറിനെ വീണ്ടും കാണാം. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ के लिए चुनकर आए हैं. वो അവിടെ അദ്ദേഹം കർണാലിൽ നിന്നാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത്. उसमें भी नजर आ रहे हैं ज्योतिरादित्य सिंधिया और सबकी नजर इसी तरह. കാര്യം പറയുന്ന പോലെ BJP തനിച്ച് ഭൂരിപക്ഷം നേടിയ ആദ്യ സർക്കാരിലെ മുഖ്യമന്ത്രി 2019 മുഖ്യമന്ത്രിയായത് മനോഹർ ലാൽ ഖട്ടാർ. मंत्रिमंडल शपथ लेने के लिए कुर्सियां निर्धारित हैं. उस तरफ कौन कौन अपने कदम बढ़ाता है. In fact, there is usually a lot of speculation and guesswork going on, and when people see close-ups of any of the visitors here, the invitees, the members of parliament, ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. news spreading around like fire that that person may